പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ഉഷാർ. പക്ഷേ ശങ്ക തോന്നിയാൽ തീർക്കാൻ ഇടമില്ല. നിത്യേന നൂറുകണക്കിന് കുട്ടികളാണ് ആധുനിക സിന്തറ്റിക് ട്രാക്കിൽ ഓടാനായും ജോഗിങ്ങിനുമൊക്കെയായി എത്തുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കായികാധ്യാപകർക്കും പക്ഷേ ശങ്ക തീർക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കോടികൾ ചെലവിട്ട് പണി നടത്തിയെങ്കിലും മൂത്രപ്പുരയോ കക്കൂസോ ഇല്ലാത്തതിനാൽ കുട്ടികൾ പലരും അവ സഹിച്ചാണ് കായിക പരിശീലനം നടത്തുന്നത്. ഡെയിലി ഒരു 100 കണക്കിന് ആൾക്കാർ പ്രാക്ടീസിന് വരുന്നുണ്ട്. ഒരു ബാത്റൂം സൗകര്യമില്ല. അതൊന്ന് കറക്റ്റ് ആക്കണമെന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ്. കുട്ടികൾ രാവിലെ നേരത്തെ വരുന്നതാണ് പ്രാക്ടീസിന്. 5:30 പ്രാക്ടീസിന് വരും. അതേപോലെ ഈവനിങ് ടൈം ആണെങ്കിലും ഒരു ലേറ്റ് ആണെങ്കിലും ഇപ്പോൾ പാരൻസും ഉണ്ട്, കോച്ചസും ഒക്കെ കൂടെ പിരിച്ചിട്ടൊക്കെയാണ് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈകിട്ട് വർക്കൗട്ട് ആണെങ്കിലും സൗകര്യം കുറവാണ്. കുഞ്ഞു കുട്ടികളൊക്കെയാണ് സ്കൂൾ വിട്ടിട്ട് ലേറ്റ് ആണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. ആൺകുട്ടികൾ തൊട്ടടുത്ത പുൽക്കാട്ടിലേക്ക് പോയാണ് മൂത്രശങ്ക തീർക്കുന്നത്. അതും ഭീഷണി ഉയർത്തുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലൊരു നെസസറി ആയിട്ടുള്ള ഒരു ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യൂറിൻ ഫെസിലിറ്റിയാണ്. പീരീഡ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും പ്രോപ്പറായിട്ട് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിട്ടില്ല. അത് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു അപാകതയാണ്. പലരും 2 മീറ്റർ അകലെയോളം പോയിട്ടാണ് ഈ പറഞ്ഞ യൂറിൻ പാസ് ചെയ്ത് വരുന്നത്. പല കുട്ടികൾക്കും അത് വളരെ ബുദ്ധിമുട്ട്, കാടിൻ്റെ അറ്റത്ത് പോയിട്ട് ഇതൊക്കെയാണ് കുട്ടികൾ യൂറിൻ പോയി വരുന്നത്. അപ്പോൾ ഇനി ഒരു മീറ്റ് നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ടോയ്ലറ്റ് എങ്കിലും അവർ ആ ഒരു ഫെസിലിറ്റി, കാരണം ഈ ഗ്രൗണ്ട് ഇത്രയും ഫണ്ട് ഇറക്കി ചെയ്യുമ്പോൾ, ഇത്രയും കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ആ യൂറിൻ ഫെസിലിറ്റി എങ്കിലും കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കണം. അപ്പം ഞങ്ങളത് ഒരുപാട് അധ്യാപകർ ഇവിടെ പറഞ്ഞു, കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഇത് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കായികാധ്യാപകരുടെ നിരന്തരാവശ്യം അധികാരികൾ കാണാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പരിശീലകരും കായിക താരങ്ങളും പറയുന്നു. കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ട്രാക്കൊക്കെ നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കും അധ്യാപകർക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഇവിടെ കണ്ടതായിട്ട് എവിടെയുമില്ല. അത് പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലരും പീരീഡ്സ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് യൂറിൻ പാസ് ചെയ്യാനോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഒരു കാര്യങ്ങൾ ഒരുക്കാതെ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവർ കാടിലൊക്കെ പോയിട്ടാണ് ഇവിടെ മൂത്രമൊഴിക്കാൻ പോകുന്നത്. അത് അപകടകരമായിട്ടുള്ള, കാടിനകത്ത് പാമ്പോ വല്ല ഇഴജന്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ അതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ അതിൻ്റെ നടത്തിപ്പുകാർ, സംഘടനയുടെ ആൾക്കാരോ അല്ലെങ്കിൽ നടത്തിപ്പുകാരോ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ് വിനീതമായിട്ട് അപേക്ഷിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.